കർണാടക ശിരൂരിലുണ്ടായ ദുരന്തത്തിൽ അർജുനെ കാത്തിരിക്കുന്നത് ഇന്നും മലയാളികൾ മുഴുവൻ തന്നെയാണ്. അർജുന്റെ കുടുംബത്തോടൊപ്പം മലയാളികളും ഇന്ന് അർജുന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ്. അതേസമയം തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ വയനാട്ടിൽ അതിഭയാനകമായ സംഭവങ്ങളെല്ലാം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും ഭയാനകമായ സംഭവങ്ങൾ അരങ്ങേറുമ്പോഴും സന്തോഷ വാർത്തയുമായാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ അർജുന്റെ കുടുംബത്തെ ഏറ്റെടുക്കുന്നത്. ഇത്ര വലിയ ദുരന്തമുണ്ടായിട്ടും അർജുന്റെ കുടുംബത്തെ തേടിയാണ് ആ സന്തോഷ വാർത്ത എത്തുന്നത്. കർണാടകയിൽ കാണാതായ അർജുന്റെ ഭാര്യയ്ക്ക് ജോലി ഉറപ്പായി നൽകുമെന്നും വയനാട്ടിൽ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട 11 പേർക്ക് വീട് വെച്ച് നൽകുമെന്ന് കാലിക്കറ്റ് സർവകലാശാല ബാങ്ക് ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ബാങ്ക് ചെയർപേഴ്സൺ മനോജും MVR ക്യാൻസർ സെന്റർ ചെയർമാൻ CN വിജയകൃഷ്ണൻ എന്നിവരാണ് ഈ ഒരു തീരുമാനമെടുത്തത്. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് അവർ ഈ കാര്യം തുറന്നു പറഞ്ഞത്. അർജുന്റെ വിദ്യാസമ്പന്നമായ ഭാര്യയ്ക്ക് ഉചിതമായ വളരെ ഉയർന്ന ഒരു ജോലി തന്നെ നൽകാൻ സാധിക്കും. അതേപോലെ വയനാട്ടിൽ നിരവധി പേർക്കാണ് ഭവനമില്ലാതെ ഇടിച്ചു പൊളിച്ച് മണ്ണും വെള്ളവും കൊണ്ടുപോയത്. അവർക്ക് പുനരധിവാസത്തിന് വ്യക്തികളോ സ്വകാര്യ സ്ഥാപനങ്ങളോ സ്ഥലം നൽകുന്ന സ്ഥലത്ത് സർക്കാരുടെ അനുമതിയോടെ പഞ്ചായത്ത് നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് 5 ലക്ഷം രൂപയായി ഒരു വീടിന് 5 ലക്ഷം രൂപ എന്ന കണക്കിന് 11 വീടുകൾ വെച്ച് നൽകും എന്ന വാർത്ത കൂടി അവർ പുറത്തുവിട്ടു. 120 ദിവസം കൊണ്ട് വീടുകൾ പൂർണ്ണമായി പണിത് താക്കോൽ നൽകാനുള്ള പ്ലാനിലാണ് ഇവർ ഇനി എന്നാണ് അവർ പറഞ്ഞത്. അർജുൻ തിരിച്ചു വരുമോ ഇല്ലയോ എന്നത് അറിയില്ലെന്നും എന്നാൽ ഭാര്യയ്ക്ക് നൽകാമെന്ന ജോലി ഉറപ്പായും ഭാര്യയ്ക്ക് നൽകും എന്ന വാക്കുമായിട്ടാണ് ബാങ്ക് അധികൃതർ ഇപ്പോൾ പുറത്തുവിട്ടത്. അർജുനെ കാണാതായിട്ട് ഇപ്പോഴും ഏറെ ദിവസങ്ങളായി എന്നിരുന്നാൽ കൂടി ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അർജുന്റെ കുടുംബം. അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് ലഭിക്കുന്ന ഈ ഒരു ജോലി അവരുടെ കുടുംബത്തിന് വളരെയധികം സഹായിക്കും. ഒരു അത്താണി തന്നെയാണ്. അർജുനായിരുന്നു അവരുടെ ഏക മാർഗം, ഏക പ്രതീക്ഷ. അർജുൻ ഇല്ലാത്ത പക്ഷം അർജുന്റെ ഭാര്യയ്ക്ക് നൽകുന്ന ഈ ഒരു ജോലി അവർക്ക് വളരെയധികം സഹായകരമാകും. ഇങ്ങനെയുള്ള നല്ല മനസ്സിനുടമകൾ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ കേരളം ഇന്നും തകരാതെ പിടിച്ചു നിൽക്കുന്നത്. അർജുനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മലയാളികൾ ഇന്നും പ്രതീക്ഷയോടെ തന്നെ വീണ്ടും വീണ്ടും കാത്തിരിക്കുകയാണ്. അർജുൻ തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് തന്നെയാണ് മലയാളികൾക്ക് സങ്കടം. അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് ഏറെ ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. എന്നിരുന്നാൽ കൂടി അർജുന്റെ കുടുംബം ആ ഒരു തളർച്ചയിൽ വിട്ടുപോയിട്ടില്ല. ഇന്നും അർജുനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ കാത്തിരിക്കുന്നത്.